ജപ്പാൻകാരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പല ചെറിയ സീക്രട്ടുകളും ഉണ്ട്. വലിയ ലക്ഷറി ഇല്ലാതെ സമാധാനമായിട്ട് അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോ ജപ്പാനീസ് അമ്മമാരുടെ പ്രൊഡക്ടിവിറ്റി സീക്രട്ട് മോർണിംഗ് റുട്ടീനാണ് പരിചയപ്പെടുത്തുന്നത്. ചെറിയ ഹാബിറ്റ്സുകളെ കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം എങ്ങനെ വരുത്താമെന്ന് നോക്കിയാലോ? ജപ്പാൻകാരുടെ ഒരു സീക്രട്ടാണ് ഏർലി പീസ്ഫുൾ മോർണിംഗ്. രാവിലെകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം. അധികം ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. രാവിലെ തന്നെ കാമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ദിവസം മുഴുവൻ നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ? ജപ്പാൻകാരുടെ ഏറ്റവും വലിയൊരു സീക്രട്ടാണ് ക്ലീനിങ് ആൻഡ് ഡിസിപ്ലിൻ. അവർ എപ്പോഴും എല്ലാ സ്ഥലവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ, അവർ ആ സ്ഥലം വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. അതുപോലെ നമ്മളും ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടല്ലേ? അല്ലാതെ എല്ലാം വാരി വലിച്ചിട്ട് വൃത്തികേടായി കിടക്കുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് എല്ലാം അടുക്കി പെറുക്കി വെച്ച് എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് തുണിയൊക്കെ അലക്കി ഉണക്കി അപ്പോൾ തന്നെ മടക്കി ഷെൽഫിലൊക്കെ വെച്ച് വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ച് നിലം തുടയ്ക്കാൻ പറ്റുന്നവർ ഡെയിലി നിലമൊക്കെ തുടച്ച്, ചില ദിവസങ്ങളിൽ നമുക്ക് ഡെയിലി തല തുടക്കാനൊന്നും പറ്റില്ല. നിലം തുടക്കലൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വലിയൊരു സമാധാനം കിട്ടുകയാണ്. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമാണ് അല്ലേ? നമ്മുടെ വീട് നല്ല വൃത്തിയായും അടുക്കും ചുറ്റോടും വെച്ചാൽ നമ്മളെ കാണുന്നവർക്കും പുറത്തു നിന്ന് വരുന്നവരും പറയും, അവിടെ എന്തൊരു വൃത്തിയാണ്, എന്ത് രസമായിട്ടാണ് അവർ എല്ലാം ഒതുക്കി വെച്ചത്, വീടും പരിസരവും കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറയും അല്ലേ? ചിലർ നമ്മളുടെ നേരിട്ട് കാണുമ്പോൾ പറയും. അപ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും. ക്ലീൻ ചെയ്താൽ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. മനസ്സും ശാന്തമായും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനും പറ്റും. നമുക്കത് കാണുമ്പോൾ കണ്ണൊരു കുളിർമയാണ്. എല്ലാവരും ഇന്ന് തന്നെ അവർ ഇരിക്കുന്ന സ്ഥലം ക്ലീനായും നീറ്റായും വെക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകമായിട്ടൊരു കാര്യം പറയട്ടെ, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നല്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി ചിലപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. ഒന്നരാടനെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഹാളാണ് വൃത്തിയാക്കുന്നത് എന്ന് വെച്ചോ. അങ്ങനെ എല്ലാ ഏരിയയും വൃത്തിയാക്കി ഇന്നൊരു ദിവസം ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത ബെഡ്റൂം ക്ലീൻ ചെയ്യണം. സാധാരണ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യല്ലോ, അത് കൂടാതെ ഡീപ് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയാൽ മതി. അത് പിന്നെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോയാൽ മതി. ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും, ക്ഷീണവും തോന്നും, ചിലപ്പോൾ മടുപ്പ് വരെ തോന്നിയേക്കാം. ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യേണ്ട സ്ഥലത്ത് 1 മണിക്കൂറൊക്കെ എടുത്തു എന്നും വരും. ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഡെയിലി ചെയ്തു തുടങ്ങിയ ശീലമായ പിന്നെ അല്ലെങ്കിൽ ഒന്നരാടനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ കുറവായിരിക്കും. ജോലികൾ പെട്ടെന്ന് തീർക്കാനും നമുക്ക് കുറേ സമയം ലാഭിക്കാനും കഴിയും. വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി വെക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എല്ലാത്തിനും കൃത്യമായി നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. മടി കാരണം പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ഇല്ലാതെ ഇരിക്കാനാണ് ഒന്നരാടനെങ്കിലും വൃത്തിയാക്കി വെക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. ജപ്പാൻകാരുടെ 3ാമത്തെ സീക്രട്ടാണ് മിനിമൽ ഫുഡ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഓവർ ഈറ്റിംഗ് ചെയ്യാതെ ബാലൻസ്ഡ് ഫുഡാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഫുഡെല്ലാം വാരി വലിച്ച് തിന്നാതെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രദ്ധിക്കും. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിയുള്ളവരായിരിക്കും. മക്കളെ സ്കൂളിൽ വിടേണ്ട തിരക്ക്, ചിലപ്പോൾ സമയം കിട്ടാതെയൊക്കെ വരാം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പുറത്തു നിന്ന് ഫുഡൊക്കെ കഴിക്കേണ്ട സാഹചര്യം വന്നേക്കും. അപ്പോൾ നമ്മൾ പരമാവധി പുറത്തുനിന്നുള്ള ഫുഡ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനെങ്കിലും ശ്രമിക്കണം. അങ്ങനെയുള്ള ഹാബിറ്റ് ഉള്ളവർക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ഈ രീതിയിലേക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം അങ്ങനെയൊന്നും വരില്ല. പക്ഷെ ആഴ്ചയിൽ 3 ദിവസം പുറത്തു നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 ദിവസമായിട്ട് കുറക്കാൻ വേണ്ടിയൊന്നും പറ്റില്ലേ? അങ്ങനെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് മാസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിലാക്കുക. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ
എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം, കഴിക്കേണ്ട, ഹെൽത്തിന് ആവശ്യമായത് എന്താണ്, ഏതാണ് വേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാം പെട്ടെന്ന് ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതുപോലെ ചെറിയ ചെറിയ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ പതിയെ പതിയെ മാറ്റിയെടുക്കുക. നാളെ തന്നെ എല്ലാം ഒറ്റയടിക്ക് മാറ്റം കൊണ്ടുവരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം, അതിൻ്റെ അപ്പുറത്തേക്ക് അത് നീണ്ടുപോകില്ല. നിങ്ങളിത് ചെറിയ ചെറിയ ഹാബിറ്റുകളാക്കി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ചെയ്തു തുടങ്ങണം. അതിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. നമ്മുടെ ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അടുത്ത പോയിന്റാണ് ടൈം വിത്ത് കിഡ് ആൻഡ് ഫാമിലി. എന്ന് വെച്ചാൽ ഈ ജപ്പാൻകാർ എത്ര തിരക്കാണെങ്കിലും അവർ അവരുടെ ഫാമിലിയോട് കൂടിയിരിക്കാനുള്ളൊരു സമയം അവർ കണ്ടുപിടിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? ക്ലാസ്സിലൊക്കെ പോയി വന്ന് കുട്ടികൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കാൻ നിൽക്കാറുണ്ടോ? അതിന് തിരിച്ച് മറുപടി നിങ്ങൾ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു ഫാമിലി ടൈം നിങ്ങൾ കണ്ടെത്താറുണ്ടോ? ഒരു ദിവസത്തിൽ എത്ര സമയം അങ്ങനെ നിങ്ങൾ ചെലവഴിക്കാറുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ശരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. കാരണം ടീനേജ് പ്രായമൊക്കെയുള്ള കുട്ടികൾ അവർ അവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലിരുന്ന് അവരുടേതായ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർക്കിഷ്ടം. പലപ്പോഴും ഇവർ എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ളവരുടെ അടുത്ത് ഇതൊന്നും സംസാരിക്കാൻ നിൽക്കാറില്ല, അല്ലേ? പക്ഷെ രക്ഷിതാക്കൾ മക്കളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും അവർ നമ്മോട് സംസാരിക്കുക. നമ്മൾ അവരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചാൽ അവർ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മോട് തുറന്ന് സംസാരിക്കും. എന്നാലും അവർ എല്ലാ കാര്യവും നമ്മോട് തുറന്ന് സംസാരിക്കില്ല, അല്ലേ? അവർക്ക് നമ്മോട് പറയാനുള്ള ഒരു സ്പേസ് അത് നമ്മൾ കൊടുക്കണം. അതില്ലാത്ത സമയങ്ങളിലാണ് പല കുട്ടികളും പല പല ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഇന്നത്തെ കാലത്ത് ബെസ്റ്റിയോടും ലവറിനോടൊക്കെ അവർ ഷെയർ ചെയ്യുന്നത്. അതില്ലാതെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് സ്പേസ് കൊടുക്കേണ്ടിടത്ത് കൊടുത്തിരിക്കണം. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്കും തിരിച്ച് വഴക്ക് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അടുത്ത് ഒരു കാര്യവും അവർ സംസാരിക്കില്ല, അല്ലേ? ഇത് എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ജീവിച്ച കാലം പോലെയല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഷെയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാര്യ ഭർത്താക്കന്മാരായാലും ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്ന് എല്ലാ കാര്യങ്ങളും കിടന്നുറങ്ങുന്നതിന് മുന്നേ സംസാരിച്ച് തീർക്കണം എന്നാണ് പറയാറ്. പക്ഷെ ഇന്നത്തെ അങ്ങനെയാണോ? അല്ല, അല്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് സമയം കണ്ടെത്തുന്നത്. ഒന്നിച്ച് സംസാരിച്ചാൽ മാത്രമേ അവിടെ ഭാവിയെക്കുറിച്ചുള്ള സംസാരം നടക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരാൾക്ക് മറ്റേയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതാണ് ഫാമിലി ലൈഫ്. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇതിനൊക്കെ എവിടെയാണ് സമയം? നമ്മൾക്കുള്ള സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും വേണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത സീക്രട്ടാണ് ടീ ബ്രേക്ക് ആൻഡ് കാം മൊമെൻറ്റ്. എന്ന് വെച്ചാൽ ഈ ജപ്പാൻകാർ അവർക്കായുള്ള സ്പേസ് കണ്ടുപിടിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണമെന്ന്. അതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി വെക്കണം എന്ന്. അതായത് ഒരു ടൈം കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ ഒരു ചായ കുടിക്കാനായിരിക്കും, ബുക്ക് വായിക്കാനായിരിക്കും, ചെടിക്ക് വെള്ളം ഒഴിക്കാനോ, ചെറിയ ഷോപ്പിംഗ് ചെയ്യാനോ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് മുറ്റത്തോട്ടിട്ട് നടക്കാനോ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും അതിന് വേണ്ടുന്ന സമയം നിങ്ങൾ കണ്ടെത്തണം. എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന് നോക്കണം. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ചിലരെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും, ചില സമയങ്ങളിൽ നമ്മൾ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
സെൽഫ് ലവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാൽ ആണ് മറ്റുള്ളവരെയും കൂടി നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ലൈഫിനെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട, ലൈഫിനെ നമുക്ക് പീസ്ഫുള്ളായി ആക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അടുത്ത പോയിന്റാണ് ഈവനിങ് പ്രൊഡക്ടിവിറ്റി. ജപ്പാൻകാർ സ്ഥിരതയ്ക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അവർ ചിന്തിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, എല്ലാ ദിവസവും മോട്ടിവേഷൻ ആകണമെന്നില്ല. മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തും നമുക്ക് ഹാബിറ്റുകൾ ഉണ്ടാവും. മോട്ടിവേഷൻ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില ഹാബിറ്റ്സുകളും മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകാനുള്ള ഒരു എനർജി നമുക്കുണ്ടാവും. ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ പോയിന്റും എഴുതി വെക്കുക. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് ചെയ്ത പാട് ടിക്ക് മാർക്കിട്ട് വെക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റി എന്ന് നോക്കി ദൈവത്തോട് നന്ദി പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടാതെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.